ഈ പെണ്ണേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് ഇവർ രണ്ടുപേരെ ശല്യപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ് എൻ്റെ പുറകെ. ഷോർട്ട് വീഡിയോ എടുക്കാനല്ല കേട്ടോ, ലോങ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ രണ്ടുപേരും പറയാണ് ഞങ്ങളുടെ വീഡിയോയും കൂടി എടുത്തിട്ട് ഷോർട്ടാക്കി ഇടാൻ. കാരണം പൂച്ചകളുടെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറല്ലോ. അപ്പോൾ അവരെന്നോട് പറയാണ് ഞങ്ങളുടെ വീഡിയോ കൂടി ഷോർട്ട് വീഡിയോ ആക്കി ഇടൂ, ചെടികളെ മാത്രം എടുത്താൽ മതിയോ എന്ന്. ഈ ചെടികളെയൊക്കെ എടുക്കണേക്കാളും ഭേദം ഞങ്ങളെ എടുക്കാൻ, അതിലല്ലേ വ്യൂസ് കൂടുതലെന്ന് അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ അമ്മണിക്കുട്ടിയോട് പറഞ്ഞു നിൻ്റെ വീഡിയോ 1K വ്യൂസ് കഴിഞ്ഞു, അതിന് മുമ്പ് ഇട്ടത് അതിലും കൂടുതൽ വ്യൂസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. 1.3K വ്യൂസ് ആയിട്ടുണ്ട് എന്നൊക്കെ അമ്മണിക്കുട്ടിയോട് പറയുകയാണ് ഞാൻ. അപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടാണ്. ഞങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആയോ എന്നാണ് അവൾ ചോദിക്കുക. അപ്പം എന്നോട് എന്താ പറയുക. അപ്പോൾ ഒരാളോട് ചോദിച്ചതാണ് പൂച്ചകളെ വിറ്റ് കാശ് ആക്കണോ എന്ന്. എനിക്കിപ്പോൾ ചിരി വന്നു. പൂച്ചകളെ വിറ്റിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അവർ വിചാരം വീഡിയോ എടുക്കുമ്പോഴേക്കും അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ എന്താണ് പറയുക? ഒന്നും പറയാനില്ല. എനിക്ക് ഒരു സ്നേഹം മാത്രം മതി. സ്നേഹം, ഈ ശുഞ്ചിരിക്കുട്ടികളുടെ സ്നേഹം മാത്രം മതി. ഈ ശുഞ്ചിരിക്കുട്ടികളുടെ സ്നേഹം മാത്രം മതി. ഈ ശുഞ്ചിരി പെണ്ണിൻ്റെ, ഈ കുഞ്ഞിപ്പെണ്ണ്, ഈ അമ്മിണി പെണ്ണ് എന്ത് സ്നേഹമാണെന്നറിയും. ഇപ്പം ഈ അമ്മിണിക്കുട്ടി ഇപ്പോൾ ശുഞ്ചിരി പെണ്ണാണ്, ഭയങ്കര കൊഞ്ചലാണ് അവൾക്ക്. ഈ ശുഞ്ചിരി പെണ്ണ് ഭയങ്കര കൊഞ്ചലാണ് ഇപ്പം. ഈ ശുഞ്ചിരി പെണ്ണ്, ഈ കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ ഒരു കൊഞ്ചലും ഇല്ല. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ കള്ളിപ്പെണ്ണാണ്. ഈ കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ കള്ളിപ്പെണ്ണാണ്, ഒരു കൊഞ്ചലും ഇല്ല ഈ പെണ്ണിനിപ്പോൾ. ഈ കൊള്ളിപ്പെണ്ണിപ്പോൾ ഒരു കൊഞ്ചലും ഇല്ല.